വെൽക്കം ടു മൈ ചാനൽ. ടുഡേ ഗുസി കിച്ചൺ വേൾഡിൽ നിങ്ങൾക്കായിട്ട് അടിപൊളി ഒരു പ്രോൺസ് ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു പ്രോൺസ് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ഒരു ബെലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോൺസ് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ അല്ലേ എല്ലാവരും? പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് 3 കപ്പ് അരിയാണ്. BT റൈസാണ്, ചെറിയ BT റൈസാണ്. ഇതിപ്പോൾ 1 കിലോയുടെ ഒരു പാക്കറ്റിനകത്ത് എടുത്തതാണ് 3 കപ്പ്. അതായത് ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് കപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു കുഞ്ഞു ടിന്നകത്താണ് ഞാൻ 3 കപ്പ് അരി എടുത്തേക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളി ഇതിപ്പം 1/2 കിലോ കൊച്ചുള്ളി ഉണ്ട്. കാരണം ഇത്രയും വേണ്ട, 1/2 കിലോയ്ക്ക് താഴെ മതി ഉള്ളി. പക്ഷേ ഇത് ഞാനിപ്പം ഉള്ളി തൊലിച്ചതുള്ളത് കൊണ്ട് 1/2 കിലോ കൊച്ചുള്ളി എടുത്തിരിക്കുകയാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് സാധാരണ 8 സവാളയാണ് എടുക്കുന്നത് 1 കിലോ അരിക്ക്. ഇപ്പം ഞാൻ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ പകുതി വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്, 5 സവാള ഹാഫായിട്ട്. പിന്നെ ഇതിലൊരു ഹാഫ് സവാള പ്രത്യേകം റൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ 2 ടൊമാറ്റോ, ഒന്ന് ദമ്മാക്കാനും ഗാർണിഷ് ചെയ്ത് ദമ്മാക്കാനും, ഒന്ന് പ്രോൺസിന് മസാലയ്ക്കിടാനും. പിന്നെ വെളുത്തുള്ളി ചെറിയ എല്ലയാണ്, ഒരു 4 ചെറിയ ഉണ്ട വെളുത്തുള്ളി എടുത്തേക്കുന്നത്. കൊഞ്ചായതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇച്ചിരി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഇഷ്ടമാണ്. കൊഞ്ചിന് സാധാരണ വയറുവേദനയൊക്കെ ഉള്ളത് കൊണ്ടും എല്ലാവർക്കും പ്രശ്നമാണ് കൊഞ്ച്, ഗ്യാസ്. അപ്പം അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാന്ന് വെച്ചു. ഇനി നമുക്ക് വേണ്ട ജിഞ്ചർ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എണ്ണ ഒന്നും എടുത്തിട്ടില്ല. ആവശ്യമനുസരണം ഒരു 3-4 ഗ്രാമ്പ്, 2 ഏലക്ക, ഒരു നുള്ളു പട്ടയാണ് ഇടുന്നത്. പിന്നെ ഇത് പ്രോൺസ് ആണ്. ഇത് 1 കിലോ പ്രോൺസ് ഞാൻ കഴുകി നന്നായിട്ട് അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വളരെ കഷ്ടപ്പെടുത്തിയാണ് ഈ പ്രോൺസിന് ഞാൻ കഴുകി എടുത്തേക്കുന്നത്. എന്തായാലും എന്തോ പാപം ചെയ്യുന്ന പ്രോൺസ് ആണെന്ന് തോന്നുന്നു, ശരിക്കും കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ കിടന്ന്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഒരു ബാറ്ററുമാണ് ഈ കൊഞ്ചിൽ പുരട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് കാണിച്ചില്ലേ, അതേ ബാറ്റർ തന്നെയാണ് കൊഞ്ചിന് പുരട്ടി വയ്ക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മൾ കൊഞ്ചിനകത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടി നല്ലതുപോലെ വെക്കണം. ആ മസാലയൊക്കെ കൊഞ്ചിലൊന്ന് പിടിച്ചിരിക്കണം. കൊഞ്ചിലിപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്, കഴുകി വാഷ് ചെയ്ത് വെച്ചതാണ്. നല്ല പോലെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇതിനകത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്തതാണ്. ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്ത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് നല്ലൊരു പ്രോൺസ് ബിരിയാണി ഒരു ഗസ്റ്റ് വന്നാലും, ഇപ്പോൾ 1 കിലോ കൊഞ്ചില്ലെങ്കിൽ തന്നെയും 1/2 കിലോ ആയാലും വേണ്ടിയില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. 1/2 കിലോ ആണെങ്കിൽ നേരെ ഇതിൻ്റെ പകുതി മതി, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ പകുതി മതി. പെട്ടെന്നൊരു കൊഞ്ച് ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹം തോന്നിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. കണ്ടല്ലോ, നമ്മളിങ്ങനെ അരപ്പ് തേച്ച് വെക്കുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് മല്ലിയില ആവശ്യത്തിന്. അറിയാമല്ലോ, എൻ്റെ ബിരിയാണിയുടെ മെയിൻ റെസിപ്പി മല്ലിയിലയും പുതിനയാണ്. അതുകൊണ്ട് മല്ലിയിലയാണ് എൻ്റെ ബിരിയാണിയിലെ ക്യൂൻ എന്ന് പറയുന്നത്. അപ്പോൾ മല്ലിയില നമുക്കുണ്ടെങ്കിൽ ഈ ബിരിയാണി സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. എൻ്റെ ഫ്ലേവർ തന്നെ മല്ലിയിലയുടെ ഫ്ലേവറാണ്. ഇനി നാരങ്ങ എന്ന് പറഞ്ഞാൽ 1 നാരങ്ങ നമ്മൾ കൊഞ്ച് മസാലയ്ക്ക് എടുക്കും. 1.5 നാരങ്ങ, ഹാഫ് നമ്മൾ റൈസിനെടുക്കും. അങ്ങനെയാണ് 2 നാരങ്ങ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. പിന്നെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ 1 കിലോ അരിക്ക് 12 പച്ചമുളകാണ് എടുക്കുന്നത്. എരിയുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു 10 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ജിഞ്ചറും കൂടെ ആഡ് ചെയ്യുകയാണ് ഇതിനകത്ത്. ചെറിയൊരു പീസ് ജിഞ്ചർ. ഇപ്പം കൊഞ്ചായതുകൊണ്ടാണ് ഞാൻ ഈ ജിഞ്ചറിൻ്റെ കുറച്ച് എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ചും ഒരു പീസ് എടുക്കുള്ളായിരുന്നു. എന്തായാലും വെളുത്തുള്ളിയുടെ താഴെ വേണം ജിഞ്ചർ നിൽക്കാൻ. ഇപ്പം നമ്മുടെ എല്ലാ ഹൈ ഡിഷസിനും ഇവരൊരു കോമ്പിനേഷൻ, ഒരു ഗുഡ് കോമ്പിനേഷനാണ്. അതായത് ഗാർലിക് ജിഞ്ചർ. ഇവരില്ലാത്ത ഒരു കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവരെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു.
എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇപ്പം പരിചയമായി കഴിഞ്ഞു. നമ്മൾ മസാല പുരട്ടിയാണ് കൊഞ്ച് വെച്ചിരിക്കുന്നത്. എല്ലാ ഐറ്റവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടി ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ കൊഞ്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ വേണ്ടുള്ളൂ, അല്ലാതെ കുറേ കഷ്ടപ്പാടുകളൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് ബിരിയാണിയുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. ഓക്കെ, ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇറച്ചിയിലേക്കുള്ള സവാള കട്ട് ചെയ്യാണ്. വെച്ചിരിക്കുകയാണ്. കണ്ടോ, സവാള നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി കൊച്ചുള്ളി അതൊന്ന് കീറി ഇട്ടിരിക്കുവാണ്. ഒരുപാട് നെയ്സാക്കി അരിയണ്ട, ഒന്ന് കീറി ഇട്ടാൽ മതി. ഇതിപ്പം 1/2 കിലോയിൽ കൂടുതലുണ്ട്, 1/2 കിലോ ഉള്ളിയുണ്ട്. പക്ഷെ ഇത്രയും വേണ്ട, കാരണം ഉള്ളി കുറച്ച് മതി. പക്ഷേ സവാള കുറച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇപ്പം ഇത്രയും ഉള്ളി എടുത്തിരിക്കുകയാണ്. ഇതൊരു 5 സവാള നെയ്സായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കാൻ പോവാണ്. എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സവാള വാട്ടിയെടുക്കണം. അരിഞ്ഞു വെച്ച സവാള നമ്മൾ വാട്ടിയെടുക്കാൻ പോവാണ്. 8 സവാളയാണ് 1 കിലോ അരിക്ക്. പക്ഷേ ഞാനിവിടെ 5 സവാള എടുത്തേക്കുന്നത്. കാരണം കൊച്ചുള്ളി കുറച്ച് 1/2 കിലോ എടുത്തത് കൊണ്ടാണ് സവാള കുറച്ചത്. നമുക്ക് ഈ സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമ്മൾ കീറി വെച്ചിരുന്ന കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാളയുടെ പച്ച വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ്. ഫസ്റ്റ് സവാള അരിഞ്ഞതെല്ലാം ഒന്ന് മിക്സായി വരണം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ വെക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ കുറച്ച് യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വെറുതെ കുറച്ച് കൊളസ്ട്രോളൊക്കെ വാങ്ങി വയ്ക്കുന്ന എണ്ണ കുറച്ച് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ബിരിയാണിക്കൊക്കെ എണ്ണ വേണം, എണ്ണയില്ലാതെ നടക്കില്ല. നമ്മൾ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ അതൊന്ന് ഒരു ബ്രൗൺ നിറം ആവുന്നവരെ നല്ലപോലെ വാട്ടിയെടുക്കണം. ഒരുപാട് ബ്രൗൺ വേണ്ട, എന്നാലും കുറച്ചൊന്ന് കളറൊന്ന് മാറി ആ പച്ച മണമൊക്കെ പോകുന്നവരെ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റി വരുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കൊഞ്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കണ്ടേ. അപ്പം നമ്മൾ ഒരെണ്ണത്തിൽ മാത്രം എൻഗേജ് ചെയ്ത് നിൽക്കരുത്. ഉള്ളി വാടാൻ വയ്ക്കുന്ന അതേ ടൈമിൽ തന്നെ നമ്മൾ പാൻ എടുക്കുക. ഇത് വണ്ടർ ചെഫിൻ്റെ പാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാൻ, നല്ല യൂസ്ഫുള്ളാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. കൊഞ്ച് ഒരുപാട് അങ്ങ് നല്ല ഡ്രൈഡ് ആയിട്ട് ഫ്രൈ ചെയ്യരുത്. അതായത് ഡ്രൈഡ് ആയിട്ട് കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മിനിമം ഇതിൽ കൊഞ്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. കാരണം പിന്നീട് ഈ മസാല കിടന്ന് ഈ കൊഞ്ച് വേവേണ്ടതാണ്. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പാനിൽ. നല്ലപോലെ എണ്ണ വേണം, കൊഞ്ച് നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചിനകത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള കൊഞ്ചിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന കൊഞ്ചാണ്. അതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ചിട്ട് വേണം കൊഞ്ചിടാൻ. നമ്മൾ ഈ കൊഞ്ച് മസാല പുരട്ടി വെച്ചിരുന്ന കൊഞ്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ കൊഞ്ച് ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റണം ബിരിയാണിക്ക് വേണ്ടി. ബിരിയാണിക്ക് ആയതുകൊണ്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വലിയ താമസമൊന്നുമില്ല, ഒരു ഈസി ഡിഷാണ്. അപ്പോൾ നമുക്ക് സവാളയും ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആ സ്മെല്ലൊക്കെ ഒന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. പച്ചമണം അതൊക്കെ ഒന്ന് മാറി തുടങ്ങി വരുന്നതേ ഉള്ളൂ. എന്നാലും കുറച്ചും കൂടെ ഒക്കെ വാടണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഗാർലിക്കും ജിഞ്ചറും ഇതുപോലെ പേസ്റ്റ് ആക്കി വെക്കണം. അതുപോലെ മുളകും കീറി വെച്ചേക്കണം. ഓക്കെ, ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം. 2 മിനിറ്റ്സ് മതിയാവും, ഒരുപാട് കരിയാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ ചെറുതായിട്ടിത് ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലപോലെ അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാതെ തിരിച്ചിട്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ടത്. ഇങ്ങനെ ഒരുപാട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന്
ഇതായാൽ മതി. പക്ഷെ ഇത് എന്നാലും വേവണം, നല്ലപോലെ വെന്ത് വരണം. ഇനി കഴിഞ്ഞിട്ട് നമുക്കിത് ഈ സൈഡും കൂടെ മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. എന്തായാലും ഒന്നും കൂടെ ഒന്ന് മൊരിയാനുണ്ട്, അത് മൊരിഞ്ഞ് വരട്ടെ. ഉള്ളി കുറച്ച് വാടി വന്നിരിക്കുകയാണ്. ഞാൻ സിമ്മിലിട്ടിരുന്നതാണ്, അത് വാടി വന്നിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇനി നമുക്കിതിനകത്ത് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, അതായത് നമ്മുടെ ബിരിയാണിയിലെ ക്യൂന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ബിരിയാണിയുടെ ക്യൂൻ എന്ന് പറയുന്നത് ഗാർലിക്കും ജിഞ്ചറും മല്ലിയിലയുമാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഗാർലിക് എന്ന് പറയുന്ന ഈ വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആണ് ആഡ് ചെയ്യുന്നത്. വെളുത്തുള്ളി വാടി വരുമ്പോൾ നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ. ഇതൊന്ന് വാടി വരണം. ജിഞ്ചർ ഇപ്പം നമുക്ക് ജിഞ്ചർ ചേർക്കേണ്ട കാര്യമില്ല. അതായത് ഇപ്പം ഇഞ്ചി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടുന്നത് മൂട്ടിപ്പിടിക്കും, കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ജിഞ്ചർ ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ വെളുത്തുള്ളി ഒന്ന് വാട്ടി വരുമ്പോഴത്തേക്ക് മതി, വഴറ്റി വന്നിട്ട് മതി ഈ ജിഞ്ചർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഒന്ന് വഴറ്റാം. ഇതിലേക്ക് വേണ്ട മസാല ഇനി എടുത്ത് വെക്കാം. അതായത് ഈ ഒരു സ്പൂണിനകത്താണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നത്. നമ്മുടെ ടെർമറിക് പൗഡർ ഈ ഒരു സ്പൂണിൽ, മഞ്ഞൾപ്പൊടി അതേ സ്പൂണിൽ തന്നെ മല്ലിപ്പൊടി, ഇതേ സ്പൂണിൽ തന്നെ ഗരം മസാലപ്പൊടി, അതായത് പെരിഞ്ജീരകം, ഗ്രാമ്പ്, പട്ട, ഏലക്ക എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് നമ്മുടെ കറി മസാല. ഇതെല്ലാം ഈ ഒരു സ്പൂണിൽ ഒരേ അളവിലാണ് എടുത്തേക്കുന്നത്. കാരണം ഇത്രയും വേണമെന്നില്ല, പക്ഷേ ഏത് സ്പൂണിലാണോ മഞ്ഞൾപ്പൊടിയും എടുക്കുന്ന അതേ സ്പൂണിൽ തന്നെ ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി എടുത്തേക്കുവാണ്. മല്ലിപ്പൊടി കുറച്ചെടുത്താൽ മതിയാവും, പക്ഷേ എനിക്ക് മസാല വേണമെന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ സ്പൂണിൽ തന്നെ 3 പൊടി എടുത്തേക്കുവാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഈ 3 പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ കൊഞ്ചിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്കിതിനകത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വാടിയോ നോക്കാം. കണ്ടോ, വെളുത്തുള്ളി നല്ല വാടി നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കിയേക്കണം, ഇല്ലെങ്കിൽ ഇത് മൂട്ടിൽ പിടിക്കും. തീ സിമ്മിലിട്ടേക്കണം. അഥവാ ഒന്ന് 2 മിനിറ്റ് കിടക്കണമെങ്കിൽ തന്നെ തീ സിമ്മിലിട്ടേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇഞ്ചി മൂട്ടി പിടിക്കും, നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് പോകും. നമുക്ക് 2 മിനിറ്റ് സിമ്മിലിട്ടേക്കാം. നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 10 പച്ചമുളക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ്. എരിവ് കൂടുതലുള്ളവർ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു സാധാരണ എരിവാണ്. 10 പച്ചമുളകാണ് 1 കിലോ പ്രോൺസിന് വേണ്ടി എടുത്തേക്കുന്നത്. സാധാരണ ഇറച്ചിക്കൊക്കെ ആണെങ്കിൽ 12ഉം 13ഉം പച്ചമുളക് എടുക്കും. ഇപ്പം ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടും അതിനകത്ത് കുറച്ച് ചില്ലി ആഡ് ചെയ്യുന്നത് കൊണ്ടുമാണ് ഇപ്പം പച്ചമുളക് എണ്ണം കുറച്ച് 10 എണ്ണം ആക്കിയിരിക്കുന്നത്. ഇനി നല്ലപോലെ ഈ പച്ചമുളകൊന്ന് വാടി വരണം, എന്നാൽ അതിൻ്റെ പച്ച നിറം പോവുകയും ചെയ്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നതാണ്. തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വാട്ടണം. ഇത് ഒരു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ തക്കാളിക്ക് ഒന്ന് വാടി വരണം. നമ്മുടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇട്ടിരിക്കുകയാണ്. ഒരു ഹാഫ് സവാള നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഹാഫ് സവാളയും പിന്നെ ഹാഫ് ഓണിയനും, ഇനി ഒരു ഹാഫ് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നേരത്തെ ചതച്ച് വെച്ച ഗ്രാമ്പ്, ചുരുളം പട്ട, ഏലക്ക. പട്ട വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുരുളം പട്ട തന്നെ വേണം. അല്ലാതെ കട്ടിയുള്ള പട്ട ഇട്ടാൽ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ റൈസിനുള്ള ഗീ ഒഴിച്ചു, സവാള ഇട്ടു, പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും പൊടിച്ചിട്ടു. ഇനി നമുക്ക് ഇതിനകത്ത് 2 ഗ്രീൻ ചില്ലിയും ഒരു ഹാഫ് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കൊഞ്ചെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൊഞ്ചൊക്കെ വാങ്ങി വെക്കണം. നല്ല ഫ്രൈഡ് ആയിട്ടുണ്ട്. ഇനി അധികം ഫ്രൈ ചെയ്യേണ്ട. അപ്പം നമ്മുടെ കൊഞ്ച് നമുക്ക് മാറ്റി ഒരു ഡിഷിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു പച്ചമുളകും ഹാഫ് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഞാൻ നേരത്തെ 2 എണ്ണമാണ് പറഞ്ഞത്, പക്ഷെ 1 എണ്ണം ഇട്ട് കൊടുത്തത് എരിവ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. വലിയ പച്ചമുളകാണ്,
അതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തത്. പിന്നെ നേരത്തെ തന്നെ നമ്മുടെ പ്രോൺസിൻ്റെ മസാലയിൽ നല്ലപോലെ മുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്തത്. എല്ലാവർക്കും അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടണം. കഴുകി വെച്ച് ബീറ്റി റൈസ് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച ബീറ്റി റൈസ് നല്ലപോലെ ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ചതാണ് ബീറ്റി റൈസ്. നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇളക്കണം. അതായത് കഴുകി ഊറ്റി വെച്ച റൈസാണ്. ആ ഗീയിലും സവാളയിലും തക്കാളിയിലും പച്ചമുളകിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ 3 കപ്പ് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിനകത്താണ് ബീറ്റി റൈസ് എടുത്തേക്കുന്നത്. അതേ കപ്പിൽ തന്നെ നമുക്ക് 3 കപ്പിന് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. 6 കപ്പ് വെള്ളം നമ്മൾ ചൂടാൻ വെക്കണം ഈ റൈസിലേക്ക് ഒഴിക്കാൻ. 6 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ഒരു 1/2 കപ്പും കൂടെ അധികം വെക്കണം. കാരണം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് വെള്ളം പറ്റുന്നത് കൊണ്ടാണ്. വേണമെങ്കിൽ വെച്ചാൽ മതി. ശകലം വെള്ളമൊന്നും നമ്മൾ അതിനകത്ത് ഇച്ചിരി കൂട്ടി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പം റൈസിനുള്ള വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു പട്ടയും, നേരത്തെ നമ്മൾ പട്ട ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പട്ട ഇടുന്നില്ല. നമുക്ക് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു ലേശം മല്ലിയിലയും അത് നമുക്ക് റൈസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആണ് പിന്നെ ഒരു 2 മല്ലിയില അതിൻ്റെ ഫ്ലേവർ ഒന്ന് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് ഇട്ടേക്കുവാണ്. ചൂടായാൽ മതി. കണ്ടോ, ചൂടായിട്ടുണ്ട് വെള്ളം. ഇനി നമുക്കിത് റൈസിലേക്ക് ഒഴിക്കാം. ഈ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബിരിയാണിയുടെ പേര് തന്നെ ഈസി റെസിപ്പി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലിട്ട് വെച്ച് ക്ലോസ് ചെയ്യാം. ഒരു വിസിലാവുമ്പോഴത്തേക്ക് നമ്മൾ കുക്കർ സ്റ്റോപ്പ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കൊടുത്തേക്കാണ് വിസിലിടുക. ഇനി ഒരുപാട് തീ കൂട്ടിയിടരുത് കുക്കറിൽ. ഒരു സിമ്മിൽ തീ ഇടാവുള്ളൂ. ഒരു മീഡിയത്തിൽ, ഒരു മീഡിയം ഫ്ലെയിമേ ഇടാവുള്ളൂ. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ തീ ജസ്റ്റ് ഒന്ന് സിമ്മാക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ ഓഫ് ചെയ്യുക. 2 മിനിറ്റ്സ് സിമ്മിൽ ഇട്ടിട്ട് കുക്കർ ഓഫ് ചെയ്യുക. ഒരു വിസിലേ വരാവുള്ളൂ. വിസിൽ അധികം വരരുത്, ചോറ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചോറിപ്പം എന്തായാലും വിസിൽ വരാൻ വെച്ചേക്കുവാണ്. വെച്ചേക്കുന്ന പ്രോൺസ് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന പ്രോൺസ് ഇത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്രോൺസ് നമ്മൾ ഉള്ളിയിലോട്ട് ആഡ് ചെയ്യുവാണ്. നല്ല എണ്ണയൊക്കെ ഇറ്റിട്ട് വീഴുന്നുണ്ട് അതിനകത്തുനിന്ന്. നല്ല മണമാണ്. അപ്പം നമുക്കിതിനി ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. ആ ഉള്ളിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ട് ജസ്റ്റ് ആ ഉള്ളിയും പ്രോൺസും എല്ലാം ഒന്ന് മിക്സായി വരണം. 2 മിനിറ്റ്സ് ആയി. നല്ലപോലെ അത് മസാലയിലൊന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ കുറച്ച് ചതച്ച് വെച്ചിരുന്ന ചുരുളം പട്ടയും ഗ്രാമ്പും ഏലക്കയുടെ ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക. അതിനകത്ത് നമ്മൾ മസാലപ്പൊടി ഇടുന്നുണ്ട്, കറി മസാല അതിനകത്തുണ്ട്. എന്നാലും നമ്മൾ ചതച്ച് വെച്ച് കുറച്ചിട്ട് കൊടുത്തു ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറി മസാല എല്ലാം കൂടെ മിക്സ് ചെയ്താണിത്. ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ പിരിഞ്ഞ് വെച്ച ആ ഒരു ലെമണും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ലെമൺ ജ്യൂസ്. അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ക്യൂനാണ്. അതുകൊണ്ട് മല്ലിയില നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് മല്ലിയില ചേർക്കും. അപ്പോൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു. ഇളക്കി കൊടുക്കുക. ഇനി ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ലെമൺ ജ്യൂസ് നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇട്ട് പ്രോൺസ് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സ് ഒന്ന് ആവിയിലെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് ഇറങ്ങാനുണ്ട്. നാരങ്ങ നീരിൻ്റെയും തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഫസ്റ്റ് വിസിലാണ് കുക്കറിൽ. ഒറ്റ വിസിൽ
2 മിനിറ്റ്സ് കുക്കർ ഇട്ടിരിക്കുവാണ്. കണ്ടോ, ഫിസിൽ വന്നിട്ട് 2 മിനിറ്റ്സ് ഇട്ടേക്കുക. അടുത്ത ഫിസിൽ വരരുത്, അതിന് മുന്നേ ഓഫ് ചെയ്യണം. കുക്കർ ഓഫ് ചെയ്യുവാണ്. ഇനി ഫിസിൽ അനക്കാൻ പാടില്ല, അതായത് ചോറ് ദമ്മാക്കുന്നവരെ ഇതിങ്ങനെ തൊടാതെ തന്നെ വെച്ചേക്കണം. ഒട്ടും ഫിസിൽ കളയാതെ തന്നെ ആ ഒരു ഫിസിലിൽ തന്നെ അടച്ചിട്ടേക്കുക. ഓക്കെ, നമ്മുടെ കൊഞ്ച് മസാല ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ഇതാണ്. നമുക്കിനി ദമ്മാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് വേണം ഇത് തുറക്കാൻ. ആവിയോടൊന്നും ഓപ്പൺ ചെയ്യരുത്. സ്റ്റീം നിൽക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് സ്റ്റീം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ദമ്മാക്കാം. ഓക്കെ, ചോറ് ദമ്മാക്കാനുള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ്. കുക്കറിൽ ഇപ്പോൾ ചോറൊക്കെ നല്ല ആവി പോയി കിടക്കുകയാണ്. നമുക്ക് എടുക്കാം. ഓപ്പൺ ചെയ്തെടുക്കാൻ പോവാണ്. ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ റൈസിൻ്റെ വേവൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഒറ്റയായിട്ട് ഒന്നും കുഴയാതെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ദമ്മാക്കാം. ഓക്കെ, ഈ ഒരു ദോശപ്പാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതിനാണ് ഞാൻ ദമ്മാക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ ചൂടാവണം. നല്ല ചൂടായി ആവി വരണം. ആവി വരുമ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചിൻ്റെ മസാല, പ്രോൺസ് മസാല അതിനകത്തേക്ക് നമ്മൾ ഇറക്കി വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ചോറിട്ട് ദമ്മാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നല്ല ആവി വരട്ടെ, എന്നിട്ട് നമുക്ക് ചോറെടുത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രോൺസ് മസാലയുടെ ആ മസാല പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പ്രോൺസ് മസാലയൊക്കെ നല്ല മിക്സായിട്ട് നല്ലൊരു ഇതിൽ കിടക്കുക. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ നല്ല വെള്ളമില്ലാതെ നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ, കണ്ടോ, നല്ല ഗ്രേവി കുഴഞ്ഞ പരുവത്തിൽ കിടക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അത് ഗാർണിഷ് ചെയ്യാൻ വെച്ച കുറച്ച് മല്ലിയിലയും ടൊമാറ്റോ ഉണ്ട്. നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം മല്ലിയില. നമ്മൾ റൈസ് ഇട്ടില്ല, അതിന് മുന്നേ പ്രോൺസ് മസാലയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ, ഇനി നമുക്ക് ഈ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 3 കിലോ അരി ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട്, കുക്കറിലായതുകൊണ്ട് ഞാൻ ഈ ലെയർ സ്റ്റെപ്പായിട്ട് ദമ്മാക്കുന്നില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ദം ഇടാനായിട്ടിരിക്കുവാണ്. സാധാരണ മട്ടൻ ബിരിയാണിക്കൊക്കെ ഞാൻ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഒറ്റ സെറ്റിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം റൈസ് കുറച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. ലേശം നമ്മൾ ഇതിനകത്തോട്ട് ഇടാണ്. നമ്മുടെ റൈസ് കട്ട കെട്ടിയിട്ടൊന്നുമില്ല. ഇനി ദമ്മിൽ സ്റ്റീമിലൊന്ന് വേവണം. നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഫസ്റ്റ് ലെയറായിട്ട് തന്നെ ഇട്ടേക്കുവാണ്. ഇടയ്ക്കൊന്നും സെക്കൻഡ് ലെയറൊന്നും ആക്കിയില്ല, ഒറ്റ ലെയറിൽ തന്നെ എല്ലാം ഇട്ടു. കുക്കർ നോക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതായത് ഒരു ഹാഫ് ലെമണും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചോറ് പോലും കുക്കറിൽ ഒട്ടിപ്പോയിട്ടില്ല. നല്ല നെയ്മയത്തോടു കൂടി നെയ്യ് ഒഴിച്ചതുകൊണ്ട് നല്ല മയമായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ദമ്മാക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. കണ്ടോ, കുറച്ച് ഗീ ആഡ് ചെയ്താൽ മതി. ആവശ്യമുണ്ട്, ഗീ ഉണ്ട് ഓൾറെഡി, നമ്മൾ ഗീ ചേർത്തിട്ടല്ലേ വെച്ചത്. അപ്പം കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ദമ്മാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടു. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തു. ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ടാണെന്നറിയുമോ കിസ്മിസും കാഷ്യൂ നട്ട്സും ഒന്നും ചേർക്കരുത്. സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പ്രോൺസ്, ഫിഷിനൊക്കെ ഒരുപാട് നമ്മൾ കിസ്മിസ്, കാഷ്യൂ നട്ട്സ് ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗാർണിഷ് ചെയ്യാൻ കൂടുതലും സവാളയൊന്നും വാട്ടിയിടാത്തതാണ് നല്ലത്. ജസ്റ്റ് നമ്മൾ പ്രോൺസ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു മല്ലിയിലയും ഒരു ടൊമാറ്റോയുടെ ആ ഒരു മല്ലിയില ശരിക്കൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഗാർണിഷിങ് നമ്മുടെ ക്യൂനാണ് മല്ലിയില. ഗാർണിഷിങ് ക്യൂൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മല്ലിയിലയെ ടേസ്റ്റി ക്യൂൻ എന്നും പറയാം. ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഗാർണിഷിങ് ക്യൂനായ മല്ലിയിലയും നമ്മുടെ റെഡ് ടൊമാറ്റോയും നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും വെക്കാം. ടൊമാറ്റോ ഒക്കെ ഫ്ലവർ ഷേപ്പിലാക്കി വേണമെങ്കിൽ സെൻറ്ററിലൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. പക്ഷേ നമുക്കതൊന്നും വേണ്ട. പെട്ടെന്ന് ജസ്റ്റ് നമുക്ക് കഴിക്കാൻ നല്ല വിശന്നിട്ടൊക്കെ വരുമായിരിക്കും. ചിലപ്പോൾ ഒരു ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ
ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയിട്ട് എനിക്ക് തോന്നി ജുമാ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. ഞാനിതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മോളില്ല, അവൾക്ക് ഭയങ്കര ഫേവറേറ്റാണ് പ്രോൺസ് ബിരിയാണി. അപ്പം അവളില്ല, അതുകൊണ്ടൊരു സങ്കടമുണ്ട്. എന്തായാലും നമുക്കിത് മൂടി അടച്ചു കൊടുക്കാം. അവളെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹൗസിൽ നിന്ന് അവളിനി വരും, ക്രിസ്മസ് വെക്കേഷനൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ അവൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാനിന്ന് അടച്ച് നല്ലപോലെ ഒന്ന് സ്റ്റീമിട്ട് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചിട്ടേക്കുവാണ്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മളൊരു വെയിറ്റ് വെക്കണം. എല്ലാവർക്കും അവൈലബിലിറ്റി കാണുന്നൊരു സാധനം ഇടികല്ലേ, വീട്ടിൽ ചെറിയതായിട്ട് നമുക്ക് ചതച്ചെടുക്കും. ഇതെടുത്ത് ഞാൻ ഈ അടപ്പിൻ്റെ മുകളിലോട്ടങ്ങ് വെക്കും. കണ്ടോ, ഇതാണ് എൻ്റെ ദമ്മിങ് പ്രോസസ്സ്. കണ്ടോ, ഒരു പഴയ പാന്, പിന്നെ നമ്മുടെ ബിരിയാണി പോട്ട്, അതിൻ്റെ മുകളിൽ ഇടികല്ല്. ഇത്രയും വെച്ച് നമ്മുടെ ബിരിയാണി ദമ്മാക്കാൻ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ പുക പോലെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കും. അപ്പം നമുക്ക് എന്തായാലും ദമ്മാക്കുന്ന പ്രോസസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പം ഇത് ദമ്മാക്കി നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മടി പിടിച്ചിരിക്കരുത്. ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇപ്പം ഈവൻ ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ച് പ്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഈസി റെസിപ്പി ബിരിയാണിയാണ്. നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്പം നമുക്ക് എന്തായാലും സ്റ്റീം വരാൻ വെക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബിരിയാണി എല്ലാം റെഡിയായി കിടക്കുവാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റായിട്ട് കണ്ടോ, നല്ല സ്റ്റീമൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. കണ്ടോ, ലിഡിനകത്തോടൊക്കെ സ്റ്റീമായി. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിനി സെർവ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത റെസിപ്പിയുമായി കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.